ഓരോ വീടും അത് പണിയുന്ന ആളുടെ വലിയ സ്വപ്നമാണ്. അങ്ങനെ മനോഹരമായ വീടുകൾ തേടിയുള്ള ഷാസ് പ്രോപ്പർട്ടീസിന്റെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട് ധോണിയിലുള്ളൊരു വീട്ടിലാണ്. ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈലിൽ ഒരു 3.25 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് പണിതിട്ടുള്ളത്. ചുറ്റും കോമ്പൗണ്ട് വാളിനകത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എൻട്രൻസിലായിട്ട് ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് കടന്നു വരുന്ന സമയത്ത് ചെറിയൊരു കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൻ്റെ 3 സ്റ്റെപ്സോട് കൂടിയിട്ടാണ് എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ അകത്തേക്ക് കയറുമ്പോൾ ടീക്ക് വുഡിൻ്റെ ഡോറാണ്, ഡബിൾ ഡോറാണ്. അപ്പുറത്തെ സൈഡായിട്ട് ഒരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പാകത്തിന് 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളൊന്ന് കാണാം. ഈ ഒരു 3 BHK വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് 22x10 സൈസിലാണ് ഇവരിവിടുത്തെ ഹാൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോസിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഒരു 6 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നാച്ചുറൽ ലൈറ്റ്സ് ഒരുപാട് നമുക്കിവിടെ ഇതിനകത്തേക്ക് കിട്ടും. പ്രത്യേകിച്ച് വേറെ ലൈറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട് നോക്കുന്ന സമയത്താണ് ഇവിടെ ഒരു TV യൂണിറ്റ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിൽ ഒരു വെർട്ടിഫൈഡ് വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒഴികെ ബെഡ്റൂമുകളിലും ലിവിങ് സ്പേസിലും ഡൈനിങ് ഏരിയയിലും എല്ലാം അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പിന്നീട് നമുക്കൊരു ഡൈനിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. (15x9) സൈസിലാണ് ആദ്യത്തെ ബെഡ്റൂം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലായിട്ടും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ടീക്കൂട്ടിൽ തന്നെയാണ് വിൻഡോസും ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. വാഷ്റൂമിലുള്ള വാൾ ടൈലാണെങ്കിൽ 2 കളറിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന് ശേഷം ഈ ഒരു ഡിവൈഡിങ് വാൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് തന്നെയാണ് 10x9 സൈസിലുള്ള വേറൊരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ 2 സൈഡിലായിട്ടും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് ഒരു ചെറിയ ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ ബെഡ്റൂമിനും സെയിം 2 കളർ ടോണിലാണ് വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ക്യൂരിയസ് ആയി നോക്കിയിരിക്കുന്നത് ഒരു വീടിൻ്റെ കിച്ചൺ തന്നെയാണ്. അത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു വീടിന് കിച്ചൺ എന്ന് പറയുന്നത്. ഇവിടുത്തെ കിച്ചൺ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റും ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണ്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലോവർ ക്യാബിനറ്റും അപ്പർ ക്യാബിനറ്റും എല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ആയിട്ടൊരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ വീട് ഒരു നോർത്ത് ഫേസിംഗ് ആയതുകൊണ്ട് കിച്ചണും അതേ സൈഡിലേക്ക് തന്നെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. 3 വിൻഡോസും കിച്ചണ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഇവിടെ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് ഇതിൻ്റെ എക്സിറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സും വളരെ ഭംഗിയായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസാണ്. മഹാഗണി വുഡിൻ്റെ സ്റ്റെയർ കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഒരു ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന ഒരു ലാൻഡിംഗ് ആണിത്. ഈ സ്പേസിനെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് പിന്നീട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ ഇടതുവശത്ത് കാണുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റും ഒരു വുഡൻ്റെ ടൈലാണ്. വിശാലമായൊരു ലിവിങ് സ്പേസ് ആണ് മുകളിലത്തെ നിലയിലുള്ളത്. ഇവിടെയും ഒരു വുഡൻ ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 15x10 ആണ്. ബെഡ്റൂമിൻ്റെ 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ഗ്ലാസിൻ്റെ വിൻഡോ ഈ സൈഡിലും ആ സൈഡിലായിട്ട് പ്ലെയിൻ ഗ്ലാസിന് പുറമെ ഒരു ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ചെറിയ സ്പേസ് ആണ്. നമുക്കിവിടെ ഒരു റീഡിങ് ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ബുക്സൊക്കെ വയ്ക്കാൻ താഴെ സ്റ്റോറേജ് സ്പേസിലൊരു കോർണറായിട്ട് നമുക്കിതിനെ എടുക്കാൻ പറ്റും. ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി കൂടി ഇവർ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു ഓപ്പൺ വ്യൂ നമുക്ക് കിട്ടും. രണ്ട് ഓപ്പൺ ടെറസുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന് തൊട്ടടുത്ത് തന്നെയുള്ളതാണ് ആദ്യത്തെ ഓപ്പൺ ടെറസ്. ഇവിടെ ഒരു കോമൺ വാഷ്റൂമാണ് നൽകിയിരിക്കുന്നത്. വാഷ്റൂമിൻ്റെ സ്പെഷ്യാലിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ വാഷ്റൂംസിലും ഒരു മിറർ അവർ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ രണ്ടാമത്തെ ഓപ്പൺ ടെറസാണ് ഈ കാണുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്സും ഇവിടെ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. $3000 ലിറ്റേഴ്സിൻ്റെ ഒരു വാട്ടർ ടാങ്കും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.